CPIM 24ാമത് പാർട്ടി കോൺഗ്രസിനായി ഉണർന്ന് മധുര. 53 വർഷത്തിന് ശേഷമാണ് മധുരയിൽ പാർട്ടി കോൺഗ്രസിന് നാളെ ചെങ്കൊടി ഉയരുന്നത്. തമുക്കം മൈതാനിയിൽ അവസാനവട്ട ഒരുക്കങ്ങൾ നടക്കുകയാണ്. വിവരങ്ങളുമായി മധുരയിൽ നിന്ന് ലിജോ വർഗീസ് ചേരുന്നുണ്ട്. ലിജോ, 3ാം തവണയാണ് ഇപ്പോൾ മധുരയിൽ പാർട്ടി കോൺഗ്രസ് എത്തുന്നത്. അതൊരു അപൂർവതയാണ്. മാത്രമല്ല, ഇത്തവണത്തെ പാർട്ടി കോൺഗ്രസിന് ഏറെ പ്രത്യേകതയുണ്ട്. ഏതാണ്ട് 7 പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ തന്നെ ഒരുപക്ഷെ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് വിടവാങ്ങിയേക്കാം എന്നൊക്കെയുള്ള സൂചനകളും വിവരങ്ങളും ലഭിക്കുന്നു. എന്തെല്ലാമാണ് വിവരങ്ങൾ? ഹർഷൻ, 1972 ശേഷം മധുരയിൽ വീണ്ടും പാർട്ടി കോൺഗ്രസ് വരുന്നു. 24ാമത് പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് മധുരയിലാണ്. തമുക്കം കൺവെൻഷൻ സെന്ററിലാണ് നടക്കുന്നത്. എനിക്ക് പിറകിലുള്ള കൺവെൻഷൻ സെന്ററാണ്. സീതാറാം യെച്ചൂരിയുടെ പേരിലുള്ള ഈ നഗറിലാണ് നാളെ മുതൽ പാർട്ടി കോൺഗ്രസ് നാളെ 2ാം തീയതി മുതൽ 6ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ 5 ദിവസങ്ങളിലായി പാർട്ടി കോൺഗ്രസ് നടക്കും. ഒരു പക്ഷേ CPIMനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഈ സമീപകാലത്തുണ്ടായ പാർട്ടി കോൺഗ്രസുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളായ ആളുകൾ ഈ പാർട്ടി കോൺഗ്രസോട് കൂടി തന്നെ നേതൃനിരയിൽ നിന്ന് മാറാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, സുഭാഷിണി അലി തുടങ്ങി ഒരു പിടി നേതാക്കൾ 75 വയസ്സ് കഴിഞ്ഞതിന് ശേഷം പ്രായപരിധി മാനദണ്ഡത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെ നിന്ന് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒരു സവിശേഷമായിട്ടുള്ള ഒരു കാര്യം. ഒപ്പം തന്നെ സീതാറാം യെച്ചൂരി കഴിഞ്ഞ വർഷം അന്തരിച്ചു. അതോടുകൂടി അദ്ദേഹത്തിന് പകരക്കാരനായി ഒരാളെ, ഒരു പാർട്ടി സെക്രട്ടറിയെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. അതൊരു വളരെ നിർണായകമായ തീരുമാനത്തിലേക്ക് പോകുന്ന ഒരു പാർട്ടി കോൺഗ്രസ് കൂടിയാണ് CPIMനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തേത്. ആരാകും ഇത്തവണ ജനറൽ സെക്രട്ടറി എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കേരളത്തിൽ നിന്നുള്ള MA ബേബി, അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള അശോക് ദാവ്ളെ, ബംഗാളിൽ നിന്ന് സൂര്യകാന്ത് മിശ്ര അടക്കമുള്ള നേതാക്കൾ, ബി രാഘവലു, ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ബി രാഘവലു അടക്കമുള്ള നേതാക്കൾ ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരും എന്നുള്ള വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു സമയം കൂടിയാണ്. അതോടൊപ്പം തന്നെ 75 വയസ്സ് കഴിഞ്ഞെങ്കിലും ചില ആളുകൾക്ക്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതോടൊപ്പം തന്നെ മണിക് സർക്കാർ, നേരത്തെ മുഖ്യമന്ത്രിയായിരുന്ന മണിക് സർക്കാർ അടക്കമുള്ള ആളുകൾക്ക് പ്രായപരിധിയിൽ ഇളവുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള ചർച്ചകൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ ബൃന്ദ കാരാട്ടിന് പ്രായപരിധിയിൽ ഇളവുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് തുടങ്ങിയുള്ള ചർച്ചകൾ നടക്കുന്ന കാര്യം കൂടിയുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ നേതൃനിരയിൽ ഉണ്ടാവുന്ന മാറ്റം, അത് PBയിൽ തന്നെ ഏതാണ്ട് 5-ലധികം ആളുകളുടെ പുതുമുഖങ്ങൾ വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റിയിലും ആളുകൾ മാറുന്നു. മറ്റൊരു കാര്യം, ഈ നേതൃമാറ്റമൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ മറ്റ് ചർച്ചകൾ, അതായത് എങ്ങനെയായിരിക്കണം പാർട്ടി ഇനി അടുത്ത 3 വർഷം മുമ്പോട്ട് പോകേണ്ടത്, അതിന് എന്തൊക്കെ തരത്തിലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം, എന്തായിരിക്കണം അടവ് നയം, കോൺഗ്രസുമായുള്ള സമീപനം എന്തായിരിക്കണം എന്നതൊക്കെ. അതോടൊപ്പം തന്നെ കേരളത്തിലടക്കമുള്ള ഒരു സവിശേഷ സാഹചര്യം, BJPയുടെ കടന്നുവരവ്, അത് ശക്തമായ വരവ് നൽകുന്നു. ഇപ്പോൾ 2014 മുതൽ കേന്ദ്രം ഭരിക്കുന്നത് BJPയാണ്. വളരെ ശക്തമായി അവർ മുമ്പോട്ട് പോകുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷത്തിന് വലിയ തരത്തിലുള്ള സ്വാധീനക്കുറവ് പല സംസ്ഥാനങ്ങളിലും ഉണ്ടാകുന്നു. അതെങ്ങനെ മറികടക്കും തുടങ്ങിയ വിഷയങ്ങൾ സജീവമായ ചർച്ചയിലുണ്ടാകും. അത്തരത്തിൽ വളരെ നിർണായകമായ ഒരു പാർട്ടി. ലിജോ, ഒരുപക്ഷെ അശോക് ധാവ്ളെ അടക്കമുള്ളവരെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കും എന്ന് പറയുമ്പോൾ അത് എന്തെങ്കിലുമൊക്കെ കണക്കുകൂട്ടലുകൾ ഉണ്ടാകുമല്ലോ. ആര് പാർട്ടി ജനറൽ സെക്രട്ടറി ആകണം എന്നുള്ള കാര്യത്തിലെ ആലോചനയിൽ ഇപ്പോൾ MA ബേബിയുടെ പേര് പറഞ്ഞു കേൾക്കുന്നു, അശോക് ധാവ്ളയുടെ പേര് പറഞ്ഞു കേൾക്കുന്നു, അങ്ങനെ രാഘലുവിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നു. ഇങ്ങനെ പല പേരുകളും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്. CPIMനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ കൗതുകമുള്ള ചർച്ചകളാണ്. മാത്രമല്ല, കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളവും ആരാണ് CPIMൻ്റെ നേതൃസ്ഥാനത്തേക്ക് വരുന്നതെന്നും ആർക്കൊക്കെയാണ് ഇളവ് കിട്ടുന്നത് എന്നും ഒക്കെയുള്ളത് മലയാളികളും സ്വാഭാവികമായും ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമല്ലോ. അപ്പോൾ അത്തരം ചർച്ചകളിൽ ഈ ജനറൽ സെക്രട്ടറി ചർച്ചകളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സാധ്യത? അതിപ്പോൾ ചർച്ചകളൊന്നും ഇപ്പോൾ പുരോഗമിക്കാൻ സാധ്യതയില്ലെങ്കിലും എന്താണ് സാധ്യത? ഹർഷൻ, ഏറ്റവും പ്രധാനമായ കാര്യം MA ബേബി, അശോക് ദാവ്ളെ, സൂര്യകാന്ത് മിശ്ര, അതോടൊപ്പം തന്നെ ബി രാഘവലു എന്നിവരുടെ പേരുകൾക്ക് സജീവമായ ചർച്ചകൾ പാർട്ടിക്കകത്ത് നടക്കുന്നു എന്നുള്ളതാണ്. സൂചനകൾ മാത്രമാണ്. അത് ഏത് തരത്തിലുള്ള ചർച്ചകളാണെന്ന് സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ ഇവിടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെത്തി ചർച്ച നടത്തിയതിനു ശേഷമായിരിക്കും അക്കാര്യത്തിലുള്ള തീരുമാനമെടുക്കുക. അശോക് ധാവ്ളയുടെ പേര് ഉയർന്നു വരുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിന് 73 വയസ്സാണ്. അദ്ദേഹം ഈ ഒരു കഴിഞ്ഞ കുറെ കാലങ്ങളായി കർഷക സമരവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ
ഉത്തരേന്ത്യയിലടക്കം വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു നേതാവ് എന്ന നിലയിലാണ് അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹം നാസിക് മുതൽ മുംബൈ വരെയുള്ള വലിയ കർഷകരുടെ ലോങ് മാർച്ച് അദ്ദേഹം വളരെ ഗംഭീരമായി നടത്തുക. അതോടുകൂടി അത് ആ കർഷകരുടെ പ്രശ്നങ്ങൾ മഹാരാഷ്ട്ര സർക്കാരിന്റെ മുൻപിൽ എത്തിക്കുന്നതിനും അത് വലിയ ചർച്ചകളിലേക്ക് എത്തിക്കുന്നതിനും അദ്ദേഹത്തിന് കഴിഞ്ഞ ഒന്നാണ്. അതിനുശേഷം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി രണ്ടാം മോദി സർക്കാരിന്റെ സമയത്ത് മുതൽ തുടങ്ങിയ വലിയ തരത്തിലുള്ള ഒരു സമരം എന്നത് കർഷക സമരമാണ്. അത് പല കർഷക സംഘടനകൾ ഒരുമിച്ച് ചേർത്തുകൊണ്ട് അതുമായി മുമ്പോട്ട് പോകാൻ എ.കെ.എസിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൽ വളരെ നിർണായകമായി പങ്കുവച്ചിട്ടുള്ള ഒരു നേതാവാണ് അശോക് ധാവ്ളെ. അദ്ദേഹം മഹാരാഷ്ട്രക്കാരനാണ്, ഒരു ഡോക്ടറാണ്. അവിടെ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദം നേടി. ആ തരത്തിൽ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു നേതാവെന്ന നിലക്കാണ് അശോക് ധാവ്ളയുടെ പേര് കേൾക്കുന്നത്. അതിനപ്പുറം എം.എ. ബേബിയുടെ പേര് കേൾക്കുമ്പോഴുള്ളൊരു കാര്യം, അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള PBയിലെ നേതാവാണ്. അദ്ദേഹം വളരെ നേരത്തെ തന്നെ കേന്ദ്ര കമ്മിറ്റിയിലും പല നിർണായകമായ ഇടപെടലുകളിലും പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ആളാണ്. ഇപ്പോഴത്തെ PBയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ് എന്ന നിലക്കാണ് തീർച്ചയായും പോളിറ്റ് ബ്യൂറോയിലെ ഏറ്റവും മുതിർന്ന നേതാവ് എന്ന നിലയ്ക്ക് എം.എ. ബേബിക്ക് ആ പരിഗണന ലഭിക്കുന്നു എന്നത് കൂടി മലയാളികളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ CPIM പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കൗതുകമുള്ള വാർത്തയാണ്. ലിജോയാണ് മധുരയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.